ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാമിലി. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടല്ലോ, നമ്മൾ 2 ശിങ്കടി മണികൾ ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ടെന്നല്ലാണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയ കാര്യങ്ങളൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയെങ്കിലും വീഡിയോസ് ഒരാഴ്ചയിൽ ഒരു 2-3 വീഡിയോസൊക്കെ ഇടണം എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി ഞാൻ അങ്ങോട്ട് തുടങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്താവും എന്നുള്ളതറിയില്ല. അപ്പോൾ നമ്മൾ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂർ ഇഷായോഗയ്ക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചെന്നൈയിൽ നിന്ന് 2 കസിൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂട്ടി നമ്മൾ ചെറിയൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വന്ന പാടെ തന്നെ നമുക്ക് അവിടെ ഒരു ചെറിയൊരു മെഡിറ്റേഷൻ, ഒരു 15 മിനിറ്റ് മെഡിറ്റേഷൻ വരുന്ന രീതിയിലൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് നമ്മളെ എൻട്രൻസിൽ നിന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ അത് കേട്ടിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് 2 പ്രാവശ്യം വന്നപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. നമ്മൾ 2 പ്രാവശ്യം വന്നിട്ടുണ്ട് ഫാമിലി ആയിട്ട്. അപ്പോൾ ഈ സംഭവം ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 15 മിനിറ്റത്തെ മെഡിറ്റേഷൻ കഴിഞ്ഞ് നമ്മൾ വെളിയിലിറങ്ങി. നമ്മുടെ കയ്യിലൊരു രുദ്രാക്ഷം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു മെഡിറ്റേഷൻ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി നേരെ നമ്മൾ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. പോണ വഴിക്ക് കുറേ ഫോട്ടോസ്, വീഡിയോസ് അങ്ങനെ എടുത്തെടുത്ത് പോകാൻ കേട്ടോ. ഇവിടെ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ, വന്ന ആൾക്കാരുണ്ടാവും, വരാത്ത ആൾക്കാരോട് പറയുകയാണ്, വരാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരേണ്ട ഒരു പ്ലേസാണ്. എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ ഭയങ്കര കാമൻ പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയയാണ്. അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് ഇവിടെ വരാൻ. എനിക്ക് 3 പ്രാവശ്യം, ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ്, 3 പ്രാവശ്യം വന്നതിലും എനിക്കൊരു മടുപ്പും തോന്നാത്തൊരു സ്ഥലമാണ് ഇഷായോഗ എന്ന് പറയണത്. അപ്പോൾ വന്ന ആൾക്കാരുണ്ടാവും, വരാത്ത ആൾക്കാർക്ക് ഞാൻ പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 പ്രാവശ്യം വന്നപ്പോഴും കാളവണ്ടിയിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഉള്ളിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടുന്ന് ഈ സ്റ്റാച്യൂന്ന് ഇനിയും ഉള്ളിലോട്ട് നിറയെ ദൂരമുണ്ട്. നിറയെ ദൂരം പറഞ്ഞാൽ കുറച്ചധികം ദൂരം തന്നെയുണ്ട്. അപ്പോൾ നടന്നപ്പോഴാണ് ആ ദൂരം എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ നമ്മൾ പേട്ടനാ പറഞ്ഞത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കാളവണ്ടിയിലല്ലേ പോയത്, അപ്പോൾ ഇപ്രാവശ്യം നടന്നാണ് സംസാരിച്ച് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ കൂടെ ഇതൊക്കെ ഉണ്ടോ പുള്ളിക്കാരൻ, അതായത് നമ്മുടെ പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണത്, സദ്ഗുരു. പുള്ളി ആ ദിവസം വരണ ദിവസമായതുകൊണ്ട് നമുക്ക് കാണാനുള്ള ഭാഗ്യം കൂടി കിട്ടിയിട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഫോൺ വെളിയിൽ വെച്ചിട്ടാണ് പോയത്. അതിനുള്ളിൽ പോയി വന്നതിന് ശേഷമുള്ള വീഡിയോസാണ് ഈ കാണുന്നത്. അങ്ങനെ വെളിയിൽ വന്നു, ബാക്കിയെല്ലാം നമ്മൾ കവറൊക്കെ ചെയ്തു. ഇത്രയൊക്കെ എന്നെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ചെന്നൈത്തെ ആൾക്ക് ഒന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.